അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. മുഹറത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഹറം പുതുവർഷത്തിൻ്റെ മാസമാണ്. വിമോചനത്തിൻ്റെ ചരിത്രം ഐതിഹാസികമായി മുസ്ലിം ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന, മർദ്ദിതരായ ജനവിഭാഗത്തിന് പ്രതീക്ഷ നൽകുന്ന, സർവോപരി അവരുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാവും എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ചരിത്ര സ്മരണയുടെ ഉൾപ്പുളകമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന ചരിത്ര സ്മരണയുടെ മാസമാണ്. തിരുനബിക്ക് ശേഷമുള്ള കാലത്തെ പരിശോധിക്കുമ്പോൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബല രക്തസാക്ഷിയായ ചരിത്രവും ഈ മുഹറമിന്റെ ഭാഗമായിട്ട് വരുന്നു. മുഹറം ഹിജ്റയുടെ മാസമല്ല. ഹിജ്റ വർഷ ആരംഭം മുഹറമിലായതുകൊണ്ട് ഈ മാസത്തിൽ ഹിജ്റ അനുസ്മരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ തിരുനബിയുടെ ഹിജ്റ ആരംഭിച്ചത് സഫറിലാണ്, അത് അവസാനിച്ച റബീഉൽ അവ്വലിലുമാണ്. അപ്പൊ ഹിജ്റയുടെ ടേം ശരിക്കും പറഞ്ഞാൽ സഫർ അവസാനവും റബീഉൽ അവ്വൽ 12 വരെയുള്ള സമയവുമാണെന്ന കാര്യം കൂടി ഈ മുഹറത്തെ ഓർക്കുമ്പോൾ നാം ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുഹറത്തിന്റെ അന്തസ്സത്ത, തുല്യതയില്ലാത്ത വംശീയ ഉന്മൂലനത്തിന്റെ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ കൃത്യമായി വരച്ചു കാണിക്കുകയും ആ ജനോസൈഡിന്, വംശീയ ഉന്മൂലനത്തിന് വിധേയമായ മുസ്ലിം സമുദായത്തിന്റെ വിമോചനത്തിന്റെ ചരിത്രത്തെ ശരിയായി നമ്മെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം. അവിടെയാണ് മുഹറമിന്റെ ഊന്നൽ. ഏറ്റവും ശാസ്ത്രീയമായി ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ എങ്ങനെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാം, അതിനാണ് ജനോസൈഡ് എന്ന് പുതിയ കാലത്തിന്റെ ഭാഷയിൽ ആംഗലേയ പദപ്രയോഗമായി വംശീയ ഉന്മൂലനം, എത്നിക് ക്ലിയൻസ്, പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന പ്രയോഗത്തിലൂടെ ഇന്ന് ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ശാസ്ത്രീയമായ ഉന്മൂലനം നടപ്പിലാക്കിയ ഫിർഔൻ, ആ കാലഘട്ടത്തെ മുസ്ലിം സമൂഹം, അവിടെ അതിജീവനം, ഇത് മുസ്ലിം സമുദായത്തിന് പഠന വിഷയമാകണം. നമ്മുടെ മുമ്പിൽ എല്ലാം രാഷ്ട്രീയമാണ്. നമ്മെ ഏറ്റവും വഞ്ചിച്ച ഒരു പ്രയോഗമാണ് ഈ രാഷ്ട്രീയം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഊന്നി പറയുന്ന വശങ്ങളെ പഠിക്കുന്നിടത്ത് പോലും നമ്മെ അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചരിത്രത്തെ
കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഖുർആൻ ഒരുപാട് പേജുകളിലൂടെ പറഞ്ഞ ഈ ചരിത്രത്തെ പൗരാണിക മുഫസ്സിരീങ്ങളും നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന വൃത്താന്തം, വിവരം ഓരോ മുസ്ലിമും ശരിയായി അറിഞ്ഞിരുന്നു എങ്കിൽ ഈ ചരിത്രം പഠിക്കുന്നിടത്ത് സമകാലിക രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ച് പഠിക്കാൻ അവനോട് പ്രത്യേകിച്ച് ആരും നിർദ്ദേശിക്കേണ്ടി വരുമായിരുന്നില്ല. അത്തരം വിഷയങ്ങൾ അവന് അസ്ക്യത ഉണ്ടാക്കുകയുമില്ല. കാരണം ഫിർഔൻ നടപ്പാക്കിയത് കൃത്യമായ വംശഹത്യയാണ് എന്നും സിസ്റ്റമാറ്റിക് മാസ് മർഡർ, വ്യവസ്ഥാപിതമായ ആസൂത്രണ കൊലയായിരുന്നു എന്നും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ തഫ്സീർ ഇബ്നു കസീറിലും അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യാപരമായ ആസൂത്രണം, ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗിലൂടെ ആൺകുട്ടികളെ കൊല്ലുന്നത് വഴി ഒരു വംശത്തിന്റെ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കൃത്യമായി ഫിർഔൻ നടത്തിയതെന്നാണ്. ഇത് ഇബ്നു കസീർ റഹിമഹുല്ലയുടെ തഫ്സീറ. അദ്ദേഹത്തിന്റെ ഉദ്ധരണം ഇങ്ങനെയാണ്: വക്കാനൽ ഹദ്ഫു മിൻ ഖത്ലിൽ ഔലാദ്, ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നതിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം ഔലാദി ദുക്കൂറ ഹുവ തദ്മീരി മുസ്തഖ്ബലി ഹാദ നസ്ൽ, ഈ വംശം ഭാവിയിൽ നിലനിൽക്കരുത്. കാരണം ആണുങ്ങളിലൂടെയാണ് വംശവർദ്ധനവ് ഉണ്ടാവുക. ആ ലക്ഷ്യമാക്കിയിട്ടാണ് ആൺകുട്ടികളെ കൊല്ലുന്ന പണി ഫിർഔൻ നടത്തിയത് എന്ന് കൃത്യമായിട്ട് തഫ്സീർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇമാം ഖുർത്തുബി തന്നെ തഫ്സീറുൽ ഖുർത്തുബിയിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നത് പെൺകുട്ടികളെ ജീവിക്കാൻ വിടുക എന്നത് ഇസ്തിഹിയ എന്ന പ്രയോഗമാണ് ഖുർആന്റെ പ്രയോഗം. യുസബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹിയൂന നിസാഅക്കും. ഇസ്തിഹിയ എന്ന പ്രയോഗത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇമാം ഖുർത്തുബി പറയാണ്, ആ മാനഹാനി സഹിച്ച് ജീവിക്കുന്ന പെൺമക്കളിലൂടെ തങ്ങളുടെ പരമ്പരയെയാണ് അവർ ലക്ഷ്യമാക്കിയത് എന്നാണ്. ആൺമക്കൾ കൊല ചെയ്യപ്പെടുക, വംശവർദ്ധനവ് ഇല്ലാതാവുക, അവശേഷിക്കുന്ന പെണ്ണുങ്ങളുടെ തങ്ങളുടെ സന്താനങ്ങളെ മണ്ണിൽ ജനിപ്പിക്കുക, അതിലൂടെ ക്രമേണ മുസ്ലിം സമുദായമാകുന്ന ഇസ്രായേൽ സമൂഹം ഇല്ലാതാകുക എന്ന പ്രക്രിയ ഭംഗിയായി നടപ്പാക്കുകയായിരുന്നു എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പൗരാണിക തഫ്സീറിൽ പറഞ്ഞു വെച്ചിരിക്കുക. ഇമാം ഫഖറുദ്ദീൻ അൽ റാസി, ഇമാം റാസി എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ തഫ്സീറുൽ കബീറിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ വംശത്തെ ഘട്ടം ഘട്ടമായി ഭൂമുഖത്ത് തുടച്ചു നീക്കുന്നതിന് തുല്യമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. ഏറ്റവും ക്രൂരമായ വംശീയ അടിച്ചമർത്തലായിരുന്നു ഫിർഔൻ നടപ്പാക്കിയത്. അപ്പൊ പഴയ കാലത്തെ മുഫസ്സിരിന് സംശയമില്ല. നമ്മളെപ്പോഴും ഖുർആൻ പഠിക്കുമ്പോ ഈ വക തഫ്സീറാണല്ലോ ആധികാരിക എടുത്ത് നോക്കാം, അവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ച വിഷയ. പക്ഷെ അങ്ങനെ പൗരാണിക തഫ്സീറുകൾ ഇതൊരു വംശീയമായ ഉന്മൂലനമാണ്, ഇതിനെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ നിരീക്ഷിച്ചിരിക്കെ അങ്ങനെ മനസ്സിലാക്കാൻ ഈ ഭാഗം വായിക്കുന്ന നിലവിലെ മുസൽമാന്മാർക്ക് കഴിയാതെ പോകുന്ന രാഷ്ട്രീയം നമ്മൾ പഠിക്കേണ്ടതില്ലേ? ആരാണ് നമ്മളെ ഇത്രമേൽ അകറ്റിയത്? ഈ ഖുർആനിൽ നിന്ന്, അധ്യാപനത്തിൽ നിന്ന് പഠിക്കണം. ഇനി പുതിയ കാലത്തേക്ക് വരുമ്പോ ആധുനികരായ ഒരുപാട് പ്രഭാഷകന്മാർ, നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഈ പ്രഭാഷണം കിട്ടും. ഡോക്ടർ യാസിർ ഖാലി, അദ്ദേഹം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ വിഷയങ്ങളെ പരമ്പരയായി പ്രസംഗിക്കുക, എഴുതുകയെന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ഫിറഔന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടുവന്നത് ഫിറഔൻ ഒരു ഫാസിസ്റ്റ് റെജിം ആയിരുന്നു എന്നാണ്. ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടെ സമകാലിക സമൂഹത്തിന് പറ്റിയ പ്രയോഗമാണ്. അങ്ങനെ ജനോസൈഡ്, വംശഹത്യ നടത്തുകയായിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ നടത്തിയതിനേക്കാൾ ക്രൂരമായിരുന്നു ഫിറഔന്റെ പ്രവർത്തനം എന്നാണ്. അങ്ങനെ ഒരു താരതമ്യം സാധ്യമാകേണ്ടതില്ലേ? ഹിറ്റ്ലറെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഫിറഔൻ മദ്രസയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു അവബോധമുണ്ടോ? മിമ്പറിൽ ഇങ്ങനെ ഒരു അവബോധം കിട്ടാറുണ്ടോ? ഡോക്ടർ താരിഖ് സുവൈദാൻ സമകാലിക പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ഗ്രന്ഥങ്ങളും ഏറെ ചിരപരിചിതമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ആസൂത്രിതമായ വംശഹത്യയായിരുന്നു ഫിറഔൻ നടപ്പാക്കിയത്. വംശഹത്യ, ജനോസൈഡ് ആയിരുന്നു എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് അബൂ സഹ്റ, ഈജിപ്ഷ്യൻ പണ്ഡിതൻ സഹ്റാവി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഖുർആൻ തഫ്സീറൊക്കെ എഴുതിയ വ്യക്തിയാണ്. ഈ അടുത്ത കുറച്ച് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം കൃത്യമായി ഫിറഔൻ നടപ്പാക്കിയ ജനോസൈഡാണ്, വംശഹത്യയാണ്. അത് മനുഷ്യ സമൂഹത്തിനുള്ള കുറ്റകൃത്യമാണ്, ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിന്റെ തഫ്സീറിലെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. മനുഷ്യരുടെ നേരെയുള്ള
കൃത്യമായ കുറ്റകൃത്യമാണെന്ന് കൃത്യമായി വിലയിരുത്തിയിരുന്നു. സയ്യിദ് ഖുത്ബ് റഫീദുൽ അൽ ഖുർആൻ തഫ്സീൽ വളരെ കൃത്യമായി ഈ വിഷയം നേരത്തെ പറഞ്ഞു വെച്ചതാ. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഉൾപ്പെടെ മുമ്പിൽ വരുമ്പോ അതൊക്കെ നമ്മൾ കള്ളികോളം തിരിച്ചു മാറ്റി വെക്കുക ചെയ്യാം. പണ്ഡിതന്മാർ അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. സലഫി, ഗൈറു സലഫി, ഇഖ്വാനി എന്നൊക്കെ പറയും. ഇങ്ങനെ കള്ളികോളം തിരിച്ച് പണ്ഡിതന്മാരെ മാറ്റി നിർത്തിയിട്ട് അത്തരം സംഘടനാ സംവിധാനത്തിൽ നമ്മൾ അടിമകളായി പോയപ്പോൾ വിശുദ്ധ ഖുർആന്റെ ശരിയായ വ്യാഖ്യാനം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട യാഥാർത്ഥ്യം സഹോദരന്മാരെ നമ്മൾ ഇനിയെങ്കിലും പറയാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്യമായ ജനോസൈഡിന് നേരെ അള്ളാഹുവിന്റെ ഒരു പദ്ധതിയായിരുന്നു അന്ന് നടന്നത്. അള്ളാഹു പിന്നീട് ഇടപെടുകയാണ്. പ്രവാചകൻ മൂസയെ അയക്കുന്നു. 3 ഘട്ടമായിട്ടാണ് ഇലാഹിയായ ആ പദ്ധതി തമ്പുരാന്റെ നടപടിക്രമം ഉണ്ടായത്. ആദ്യ ഘട്ടമാണ് മൂസാ നബിയെ കൊട്ടാരത്തിൽ വളർത്തിയെന്നത്. തമ്പുരാന്റെ തീരുമാനം. ചരിത്രം നമുക്കറിയാം. കഥകൾ ഒരുപാട് കേട്ടവരാ നമ്മൾ. കഥകളെ കേൾക്കാറുള്ളൂ, അതിനപ്പുറത്ത് പാഠങ്ങൾ കേൾക്കാറുള്ള നമ്മുടെ കുഴപ്പം. അങ്ങനെ കൊട്ടാരത്തിൽ വളർത്തിയ ആദ്യ ഘട്ടം. അങ്ങനെ മൂസ, ഫിറൗന്റെ സൈന്യത്താൽ കൊല ചെയ്യപ്പെടേണ്ട മൂസ കൊട്ടാരത്തിൽ വളരുന്നു. 2ാം ഘട്ടം, ഈ മൂസ നാട് വിട്ടു പോകേണ്ടി വന്ന ശേഷം പ്രവാചകനായിട്ട് അതേ കൊട്ടാരത്തിലേക്ക് വരുന്നു. അത്ഭുതമല്ലേ ഈ വിഷയം? അള്ളാഹുവിന്റെ പിന്തുണ എത്രമേൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ ഒരു തമ്പുരാനുണ്ട് അവിടെ എന്ന് ഇപ്പോൾ എന്തേ നമുക്ക് ബോധ്യപ്പെടാതെ പോയത്? ഇങ്ങനെ ഒരു അള്ളയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച ഒരു നാഥനുണ്ട്. നമ്മൾ ആ നാഥന്റെ ദർശനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന ആദർശത്തിന്റെ കരുത്തും വീറും വാശിയും പോരാട്ടവും ആത്മാഭിമാനവും നമുക്ക് നഷ്ടപ്പെട്ടിടത്താണ് സഹോദരന്മാരെ മാപ്പുസാക്ഷികളായിട്ട് ഇന്നത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 2ാം ഘട്ടത്തിൽ അതേ കൊട്ടാരത്തിലേക്ക് വരുന്നു ഈ പറയുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നീട് കൊട്ടാരത്തിൽ വന്നിട്ട് കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടതുപോലെ പറയേണ്ടതെന്ന് പറയാം. നേർക്ക് നേരെയാണ് സംസാരം, മുഖത്ത് നോക്കിയിട്ടാണ് വർത്തമാനം. അങ്ങനെ നേർക്ക് നേരെ സംസാരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് ആളുകൾ ഉണ്ടാവുകയാണ്. അതുകൂടി നടന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകൾ ഇങ്ങോട്ട് മാറാൻ തയ്യാറാകുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് ഫിറൗനെ ഏറ്റവും പ്രകോപിപ്പിച്ച വർത്തമാനം, വലാതുഅസിബുഹും, നീ അവരെ കൈവെക്കരുത്, അവർ നീ തുടരുത് എന്ന അദ്ദേഹത്തിന്റെ വർത്തമാനമാണ്. അത് വല്ലാത്ത പ്രകോപനം ഉണ്ടാക്കി. ആ പ്രകോപനത്തിൽ ഏറെ ദേഷ്യത്തിലും വാശിയിലുമായി കൂടുതൽ ഈജിപ്തിലെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള തന്റെ ജനോസൈഡിന്റെ, ഉന്മൂലനത്തിന്റെ, അടിച്ചമർത്തിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നു ഫിറൗൻ. അവിടെയാണ് തമ്പുരാന്റെ 3ാമത് ഘട്ടം ആരംഭിക്കുന്നത്. ഹിജ്റ പോകാൻ പറഞ്ഞു, പലായന നിർദ്ദേശം കൊടുത്തു. അങ്ങനെ തന്റെ സമൂഹത്തെ കൂട്ടിയിട്ട് ചെങ്കടലിന്റെ ഭാഗത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചെന്നെത്തി. അവിടെയാണ് കടൽ പിളരുന്നതും അങ്ങനെ ഈ മുസ്ലിം സമുദായം മറുകര പ്രാപിക്കുന്നതും ഫിറൗൻ അവിടെ ആ വെള്ളത്തിൽ മുങ്ങിച്ചത്ത് തന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതുമായ അവസ്ഥാവിശേഷം സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 90-ാം വചനം മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം അതാണ്. ബനി ഇസ്രായേൽ അൽ ബഹ്റ, അങ്ങനെ ഇസ്രായേൽ സമൂഹത്തെ നാം കടൽ കടത്തി. രണ്ട് പ്രയോഗമാണ് ഖുർആൻ നടത്തി. ആ മുസ്ലിം സമൂഹത്തെ പിന്തുടർന്ന് ഫിറൗനും അവന്റെ സൈന്യവും ജുനൂദ്, ഒരു രാജ്യത്തിന്റെ മൊത്തം സൈനിക ശേഷി അവിടെ ഉണ്ട്. അവരിപ്പോ എന്തിന്റെ വില? ബഗയൻ, അതിക്രമമാണ്. അങ്ങേയറ്റം ധിക്കാരം കാണിച്ചുകൊണ്ട്, അക്രമം കാണിച്ചുകൊണ്ട് അഥവാ ഈ സമുദായത്തെ ശത്രുതയും വെറുപ്പും ശത്രുതയുമാണ് ഒന്ന്. അങ്ങനെ ധിക്കാരമാണ് ഈ 2ാമത്. ഇത് രണ്ടുമാണ് പ്രേരിപ്പിച്ചത്. അങ്ങനെ അവർ അങ്ങ് പിറകെ പോയി. മുസ്ലിം സമുദായം മറുകര പ്രാപിച്ചപ്പോൾ കടൽ വീണ്ടും ഒന്നായി ചേർന്നു. അങ്ങനെ അവർ അതിൽ മുങ്ങി. അങ്ങനെ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കെ കാല ഈ പറയുന്ന ഫറവ പറഞ്ഞു, അഭിനവ ഫറവമാരും പറയും ഒരു ഘട്ടം വന്നാൽ, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ. ബനു ഇസ്രായേൽ സമൂഹം ഏതൊരു അള്ളാഹു വിശ്വസിച്ചുവോ ആ അള്ളാഹു ഞാനും ഇതാ വിശ്വസിക്കുന്നു എന്ന് ഈ ഫിറൗൻ പറയേണ്ടി വന്നു. പറഞ്ഞു അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്നും പറഞ്ഞു. മുസ്ലിം എന്നത് ഏറെ വെറുക്കപ്പെട്ട പദപ്രയോഗമാക്കി മാറ്റിയ ഒരു സാമൂഹിക ക്രമത്തിനകത്ത് അതിനുവേണ്ടി പണിയെടുത്ത, നേതൃത്വം കൊടുത്ത വ്യക്തി ഞാൻ മുസ്ലിമാണെന്ന് പറയേണ്ടി വരും എന്ന് ചരിത്രം പഠിപ്പിക്കുക. ഇവിടെ അതൊരു വല്ലാത്ത വർത്തമാനമല്ലേ സുഹൃത്തുക്കളെ? എത്രമേൽ നമുക്ക് പ്രതീക്ഷയും കരുത്തു നൽകുന്ന വാചകമാണ്. സൂറ യൂനുസ് 90-ാം വചനം.
അങ്ങനെ അള്ളാഹുവിന്റെ സവിശേഷമായ നടപടിക്രമത്തിലൂടെ മൂസ നബിയും സംഘവും മറുകര പറ്റി. ഈ നായകനും നേതാവും സൈന്യവും ഒരു രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും കൊണ്ട് നടക്കുന്ന മുഴുവൻ സംവിധാനവും ആ ചെങ്കടലിൽ മുങ്ങി മരിക്കുക. ആ സംഭവം നടന്ന ദിവസമാണ് മുഹറം 10. ഈ ചരിത്രത്തെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനുസ്മരിക്കാം. 3500 വർഷം മുമ്പ് ഒരു പ്രവാചകൻ വന്നു. വംശീയ ഉന്മൂലനത്തിന് വിധേയമാകുന്ന ഒരു ജനതയെ തമ്പുരാൻ തയ്യാറാക്കിയ പ്ലാനിന്റെ പദ്ധതി അടിസ്ഥാനത്തിൽ അതിന്റെ ക്രമപ്രവർത്തമായ ഘട്ടങ്ങളിലൂടെ വിമോചിപ്പിച്ച ഒരു ചരിത്രം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതില്ലേ? അപ്പൊ ജനോസൈഡ് എന്ന ഒരു സംഗതി 3500 വർഷം മുമ്പ് ഭൂമുഖത്ത് നടന്നു. എന്നിട്ട് നമ്മളിപ്പോഴും ഖുർആനിൽ ഓതുകയും വായിക്കുകയുമാണ്. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ട ഈ ജനോസൈഡ് എന്ന സംഗതി ഒരു സമകാലിക പ്രശ്നമാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമൊക്കെ. അതൊരു രാഷ്ട്രീയ പഠനത്തിന്റെ, രാഷ്ട്ര സംബന്ധിയായ പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ്. രാഷ്ട്രീയത്തൊക്കെ മാറ്റിവെച്ചിട്ട് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും മാത്രം പഠിക്കാൻ തീരുമാനിച്ച കൂട്ടർക്ക് അതൊരു വിഷയമാവില്ല. പക്ഷെ അങ്ങനെയല്ല ഈ വിഷയത്തെ മുഫസ്സിരീങ്ങൾ കണ്ടത്. അങ്ങനെയല്ല ഈ വിഷയത്തെ നോക്കിക്കാണാൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ജനോസൈഡിന്റെ സമാനമായ അവസ്ഥ ഭൂമുഖത്ത് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഈ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചിട്ട് ഈജിപ്തിൽ ഫിറൗൻ നടപ്പാക്കിയ വംശീയ ഉന്മൂലനത്തിന്റെ ഘട്ടങ്ങളെ ഹ്രസ്വമായിട്ട് നമ്മൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് ഇന്ന് സംഭവ ലോകത്ത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എത്നിക് ക്ലിയൻസിന്റെ, ജനോസൈഡിന്റെ, മുസ്ലിം വംശീയ ഉന്മൂലനത്തിന്റെ ചരിത്രത്തിലേക്ക്, സംഭവ ലോകത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററിയിലേക്ക്, സമകാലിക അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ വ്യാപരിക്കാൻ വിടണം. എങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടും. ഖുർആൻ നൽകുന്ന വെളിച്ചം, പ്രവാചകൻ നൽകിയ വെളിച്ചം, വിശുദ്ധ ഖുർആൻ ഇന്നും അന്ന് നടന്ന സംഭവത്തെ ഇന്നും മുഹറം നോമ്പിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന അതേ ചരിത്രത്തിലൂടെ നമുക്ക് ലഭ്യമാകും. വിശുദ്ധ ഖുർആനിന്റെ ഈ ചരിത്രപരമായ വിശദീകരണത്തെ, വിശകലനത്തെ നേരെ ചൊവ്വെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഓർത്തു വെക്കുക, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഫിറഔൻ അവിടെയുള്ള മുസ്ലിം സമൂഹത്തെ വംശീയ ഉന്മൂലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്ന് നിലവിൽ ഇന്ത്യൻ മുസൽമാന്മാർ പഠിക്കണം. ഓർത്ത് വെച്ച് പഠിക്കണം. 1-ാം ഘട്ടത്തിൽ അവൻ ചെയ്തത് മുഫസ്സിരീങ്ങൾ പറയുന്ന വംശീയമായ പാർശ്വവൽക്കരണം നടത്തി ഇവരെ അടിമകളാക്കി, അപരവൽക്കരിച്ചു. അപരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നു. മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അവകാശങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുക. 15 രേഖകൾ ഹാജരാക്കിയിട്ട് പൗരത്വം കിട്ടാത്ത യുവാവിനെ കുറിച്ച് ഇന്നലെ ഞാൻ വായിച്ചു. ഇന്ത്യയിൽ 15 രേഖകൾ ഹാജരാക്കിയിട്ടും പൗരത്വം കോടതി വകവെച്ചു കൊടുത്തില്ല എന്നാണ്. അതൊരു സാമ്പിളാ. നിങ്ങൾ എന്ത് കൊണ്ടുപോയി കൊടുത്താലും അതിവിടെ അംഗീകരിക്കപ്പെടില്ല. നിങ്ങളെ വിവാഹ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ വിവാഹം കഴിച്ചെന്ന് തെളിവല്ല, നിങ്ങൾ വിവാഹം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണെന്ന് അതിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയിലെ പത്രപ്രവർത്തകർ ഇന്നലെ പറഞ്ഞതാണ്. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജനിച്ചെന്ന് തെളിവല്ല. ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന ഇന്ന ആളുകളാണ് എന്നതിന് മാത്രമേ തെളിവാവുകയുള്ളൂ. ഇത്രത്തോളം അന്യായം ഒരു നാട്ടിലെ മനുഷ്യരോട്, ഈ നാട്ടിലെ പൗരന്മാരോട്, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് ത്യാഗം നൽകിയ വിഭാഗത്തോട് ഒരു ഭരണകൂടം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് 12 കൊല്ലത്തിന് ഇപ്പുറത്തുമ്പോൾ. 12 കൊല്ലേ ആയിട്ടുള്ളൂ. ഇതിന്റെ ഗൗരവം ഇനിയും മസ്തിഷ്കത്തിലേക്ക് ഇരച്ചു കയറാതെ പോയ മുസൽമാനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുമില്ലാത്ത മതസംഘടനകളെ കുറിച്ച്, രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ എന്താ പറയാ? ഇത് നമ്മളുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് ഈ രാഷ്ട്രീയം നമ്മുടെ നിലനിൽപ്പാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് എന്റെയും നിങ്ങളുടെയും പേരമക്കളെയും മണ്ണിൽ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവര് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ ഈ കുഞ്ഞുമക്കൾ നാളെ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്ന വല്ലപ്പോഴും ചിന്തിച്ചു? എന്തേ നമ്മെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്കിതൊക്കെ രാഷ്ട്രീയമായി പോയത്? നിലനിൽപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെ രാഷ്ട്രീയമുണ്ട്. നമ്മൾ കൊടി രാഷ്ട്രീയം മാത്രമേ പഠിച്ചുള്ളൂ. പാർട്ടി രാഷ്ട്രീയവും നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കന്മാരുടെ അടിമകളായ അവരുടെ രാഷ്ട്രീയവും മാത്രമേ പഠിച്ചുള്ളൂ. സ്വന്തം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പഠിക്കാതെ പോയി. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ മനുഷ്യരെ വംശീയമായി അപരവൽക്കരിച്ചു. അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു. അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ട അടിമകളായിട്ട് മാറും. അങ്ങനെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ വീടുകളില്ലാതെ പോയ മനുഷ്യർ, ബുൾഡോസ് ചെയ്യപ്പെട്ട ആളുകൾ. വീടുകളില്ലാത്തത് കൊണ്ട് അവിടെ രേഖകൾക്ക് ഇനി വിലയില്ല.
അതുകൊണ്ട് നിങ്ങളുടെ പൗരന്മാരല്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, വളരെ ലളിതമാണ്. അങ്ങനെ അവസാനം രാഷ്ട്രത്തിന്റെ അതിർത്തിയിലേക്ക് തള്ളപ്പെട്ട ഒരുപാട് പേർ ഇന്ന് പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിലുണ്ട്. മുസ്ലിം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അത് ചർച്ചയല്ല, നമ്മുടെ മതസംഘടന ചർച്ചയല്ല. മതസംഘടനകൾ അപ്പോഴും വേറെ പല ചിന്തിക്കും. ഡൽഹിയിൽ ഒരു ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കിയാൽ എന്താണെന്ന് മതസംഘം ചിന്തിക്കുക. അപ്പോൾ ആ ഓക്സിജൻ ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കാൻ. ഇവിടെ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് അപകടത്തിലായിരിക്കെ അതിനെക്കുറിച്ച് മിണ്ടാത്തവർ പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഉടലിൽ തല വേണോ വേണ്ടേ എന്ന് സംഘപരിവാരം തീരുമാനിക്കുമ്പോ നിങ്ങൾ തല മറക്കണോ വേണ്ടേ ചർച്ച ചെയ്യുന്നു. ഈ അന്തക്കേട് തുടരുകയാണ് ഇവിടുത്തെ നമ്മുടെ നേതൃത്വ ഉലമാക്കളും ഉമറാക്കളും. അതാണ് പുതിയ കാലം. അതിനെക്കുറിച്ച് ഏറെ സങ്കടത്തോടെ പറയുകയാണ്. അങ്ങനെ അപരവൽക്കരിക്കപ്പെട്ട, അവകാശങ്ങൾ ചോർത്തിയെടുക്കപ്പെട്ട, രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റപ്പെട്ട ആ സമൂഹത്തെ ബലം പിടിച്ച് നിർബന്ധിതമായ ബന്ധ്യങ്ങൾക്ക് വിധേയമാക്കി തീരാൻ ജനസംഖ്യ നിയന്ത്രണം കൊണ്ടുവന്നു. എന്ത് പറഞ്ഞിട്ടാകുന്നത്? ഭയം. കിബിത്തികളായ നമ്മൾ, അതാണ് അടുത്ത ഭൂരിപക്ഷ സമൂഹം. ഇവിടെ ഭൂരിപക്ഷ സമൂഹമുണ്ട്. ആ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഭരണാധികാരിയാണ് ഫിരൗൻ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. താരതമ്യം വളരെ ലളിതമാണ്, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. കിബിത്തികളായ നമ്മുടെ ജനസംഖ്യയെ മറികടക്കും ഇസ്രായേൽ സമൂഹം. അതുകൊണ്ടല്ലേ ഇവിടെ പെറ്റുകൂട്ടുകയാണ് മുസൽമാന്മാർ. അതുകൊണ്ട് ചില വേഷധാരികളായ സന്യാസിമാരൊക്കെ ഹിന്ദു സ്ത്രീകൾ 4ഉം 5ഉം പ്രസവിക്കണം എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇടയ്ക്ക് കേൾക്കാറില്ലേ? അങ്ങനെയാണ്. അതൊക്കെ ഇതിന്റെ ഭാഗം. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഭയം. അതിന്റെ ഭാഗമായി ബനൂ ഇസ്രായേലുകളുടെ ജനസംഖ്യ വർദ്ധിക്കുമെന്ന് ഈജിപ്തുകാരെ പറഞ്ഞ് പേടിപ്പിച്ച് ഇവരൊരു ഭീഷണിയാണ് നമുക്ക് എന്ന് വരുത്തി തീർത്തു. സമാനമായ അവസ്ഥ സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. മൂന്നാം ഘട്ടത്തിൽ ആൺകുട്ടികളെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ഇസ്രായേൽ സമൂഹത്തിൽ ആൺകുട്ടികളെ കൊന്നുകളയുന്ന ഭാഗം ഖുർആൻ വിശേഷിപ്പിച്ചത്. 4ാം ഘട്ടത്തിൽ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞപ്പോൾ പണിയെടുക്കാൻ ഈ ചീപ്പസ്റ്റ് ലേബേഴ്സ് ഇല്ലാതായി പോയി, അടിമകൾ. അത് ഭയന്നിട്ട് 1 കൊല്ലം ആൺകുട്ടികളെ കൊല്ലുന്നു, അടുത്ത കൊല്ലം ജനങ്ങൾ കൊല്ലാതെ വിടുന്നു. ഈ രീതി സ്വീകരിച്ചുകൊണ്ട് ആൾട്ടർനേറ്റ് ഇയർ സ്പാരിങ്, ഇടവിട്ടുള്ള കൊലപാതകം എന്ന പദ്ധതി നടപ്പാക്കി. ഇതൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചത്. ഈ രീതിയിലൂടെയാണ് ആ പറയുന്ന മുസ്ലിം സമൂഹത്തെ വംശഹത്യയിലൂടെ ഇല്ലാതാക്കാൻ തീവ്രമായ ശ്രമത്തിലേക്ക് എത്തിയപ്പോഴാണ് മൂസാ നബിയുടെ കടന്നുവരവ് ഇടപെടുന്നത്. അതൊരു ഹ്രസ്വകാലമാണ് കേട്ടോ. അപ്പൊ ആ ചരിത്രം ഇത്ര കൃത്യമായി ഖുർആൻ പറയുന്നത് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഘട്ടങ്ങളെ ഒന്ന് ഓർത്തു വെക്കുക. ആ ഘട്ടങ്ങൾ സമാനമായി തുടരുകയാണ്. ചില ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ, ചില ക്രമീകരണങ്ങളുടെ മാറ്റങ്ങൾ മാത്രം. ചില സംവിധാനത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മറുഭാഗത്ത് അജണ്ടയിലൂടെ നടപ്പാക്കുന്ന മാറ്റങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുക ഭൂമുഖത്ത്. നിങ്ങൾ കുറച്ചുകൂടി ചരിത്രം പഠിക്കുക. മ്യാൻമറിലെ റോഹിംഗ്യകൾ, നിങ്ങൾക്കറിയോ അവരെ? എനിക്കറിയില്ല. നിങ്ങൾ ഡൽഹിയിലെ കാളിന്തി കുഞ്ചിൽ പോകണം, അവിടെ നിങ്ങൾക്ക് ഇവരെ കാണാം. ചെന്നൈയിൽ പോയാൽ കാണാൻ പറ്റും. ഈ കാളിന്തി കുഞ്ചിൽ ഒരുപാട് റോഹിംഗ്യകൾ ഡൽഹിയിലെ മുഴുവൻ വേസ്റ്റ് കുന്നുകൂട്ടിയിടത്താണ് ജീവിക്കുന്നത്. ചെളിവെള്ളത്തിൽ അണുക്കൾ നിറഞ്ഞ ഇടത്ത്. അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് പുറത്തു തള്ളുന്ന ചീഞ്ഞ വേസ്റ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് ഉണക്കിയിട്ട് അതുകൊണ്ട് ഇവ ഉണ്ടാക്കി കഴിക്കുന്നവർ. അവർ താമസിക്കുന്ന ഭാഗത്ത് നദിയുടെ തീരത്ത് വളരുന്ന ഒരു തരം പുല്ല്. മുള ഇങ്ങനെ വളർന്നതിന് മുമ്പ് തളിരായി നിൽക്കുമ്പോൾ തണ്ടായിട്ട് കിട്ടൂല, അതുപോലത്തെ പുല്ല്. നമ്മൾ പയർ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് അത് വേവിച്ചാ കഴിക്കുന്നത്. അവിടുത്തെ മാർക്കറ്റിലെ ചീഞ്ഞ മത്സ്യം തള്ളു നടന്ന് പെറുക്കി കൊണ്ടുപോയിട്ട് കമ്പിയിൽ കെട്ടിത്തൂക്കിയത് കാണാം, ഉണക്കിയിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ആരായിരുന്നവർ? മ്യാൻമറിലെ റോഹിംഗ്യകൾ, ബർമയിലെ. അവിടെ ഭരണകൂടവും പട്ടാളവും കൂടി നടപ്പാക്കിയ വംശഹത്യയുടെ ഒടുവിൽ ജീവനുമായി ഓടിയവരാ. പ്രവാചകത്തിനുടെ കാലഘട്ടത്തിൽ സഹാബിമാർ കടന്നു വന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ച കൂട്ടരാ അവർ. അറിയാമോ നിങ്ങൾക്ക് ചരിത്രം? ഇത് പഴയതല്ല, പുതിയതാ. സംഭവിച്ച കാര്യ. സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ ഇനിയും പാഠങ്ങൾ വേണോ? അന്ന് ഈജിപ്തിൽ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു തൊട്ടപ്പുറത്ത്. അവർ നടപ്പാക്കിയ ഘട്ടങ്ങളെ UN റിപ്പോർട്ടിൽ ശരിക്കും കിട്ടും. ഇതൊക്കെ ഇവിടെ രേഖയുള്ളതാ. അതിൽ പറയുന്ന ഒന്നാണ്ട് പൗരത്വ നിഷേധവും വംശീയ ഒറ്റപ്പെടുത്തലും നടത്തി റോഹിംഗ്യകൾക്ക്. 1982 പൗരത്വ നിയമത്തിലൂടെ അവരെ പൗരന്മാരല്ലാതാക്കി മാറ്റി. അത് മുഖേന വോട്ടവകാശവും സർക്കാർ ജോലിയും സ്ഥലത്തിന്റെ ഉടമാവകാശം എല്ലാം നഷ്ടപ്പെട്ടു.
നിന്ന നിൽപ്പിൽ ഇതൊക്കെ ആധാരം ഒട്ടും വിലയുണ്ടാവില്ല. നിങ്ങളുടെ ആധാർ കാർഡിന് വിലയില്ലാത്ത പോലെ അതൊക്കെ സംഭവിക്കാൻ പോവാ. ഇത് പറയാനൊരു കാര്യമില്ല, ആരെങ്കിലും ഒന്ന് പറയണ്ടേ? നിങ്ങളുടെ സ്വന്തമായ സ്ഥലമായി നിങ്ങൾ കയ്യിൽ വെക്കുന്ന ആധാരത്തിന് വിലയില്ലാതാകും. അത് സംഭവിച്ചു റോഹിംഗ്യയിൽ. വ്യവസ്ഥാപിതമായ പീഡനങ്ങളും അവകാശ ലംഘനവും രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത്. അങ്ങനെ റോഹിംഗ്യകളുടെ ജീവൻ ദുസ്സഹമാക്കി. വിവാഹ ജന നിയന്ത്രണം കൊണ്ടുവന്നു. വിദ്യാഭ്യാസവും ആരോഗ്യവും നിഷേധിച്ചു. നിങ്ങൾക്ക് ചികിത്സ കിട്ടില്ല, ആധാർ കാർഡിന് വിലയില്ലെങ്കിൽ ചികിത്സ കിട്ടില്ല. ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സംവിധാനം ചികിത്സ കിട്ടില്ല. ആ ഒരു അവസ്ഥ സംഭവിച്ച കാര്യ. മൂന്നാമതായി സൈനിക അതിക്രമങ്ങളിലൂടെ മിലിറ്ററി ക്ലിയറൻസ്. അങ്ങനെ രഖൈൻ പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ 2016-ലും 2017-ലും കൂട്ടക്കൊല, മാസ് കില്ലിംഗ് നടത്തി. സ്ത്രീകളെ മാസ് റേപ്പ് നടത്തി, കൂട്ട ബലാത്സംഗം നടത്തി. അവിടെ UN റോഹിംഗ്യൻ റോഹിംഗ്യകളോട് കാണിച്ച ഈ ഉന്മൂലനത്തെ എഴുതി വെച്ചത്, ഐക്യരാഷ്ട്രസഭ എഴുതി വെച്ചത് വംശീയ ഉന്മൂലനത്തിന്റെ പാഠപുസ്തകം. ഒരു പാഠപുസ്തകമുണ്ട് ഇവിടെ പഠിക്കാൻ. ഖുർആൻ ഒരു വലിയ പാഠത്തെ മുമ്പിൽ വെച്ചു, അത് പഠിച്ചില്ല നമ്മള്. മുഹറത്തിൽ നോമ്പെടുത്തു, സുന്നത്ത് നോമ്പ്. കുറെ കാലമായി ഞാൻ നിങ്ങൾ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഈ പാഠപുസ്തകം നമുക്ക് പാഠപുസ്തകമല്ല, ഇത് രാഷ്ട്രീയമായിട്ട് നമ്മൾ ആരോ പഠിപ്പിച്ചതാണ്. പക്ഷെ UN എഴുതി വെച്ചിരിക്കുന്നു, റോഹിംഗ്യൻ മുസൽമാന്മാർ അനുഭവിച്ച വംശീയ ഉന്മൂലനത്തിന്റെ ചരിത്രം, വംശീയ ഉന്മൂലനത്തിന്റെ പാഠം, എ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് എത്നിക് ക്ലിയൻസിംഗ് എന്നാണ് UN അതിന് കൊടുത്ത തലക്കെട്ട്. നമ്മുടെ കുട്ടികളെങ്കിലും തലമുറയെങ്കിലും പഠിക്കട്ടെ. ഇനി നിങ്ങൾ ചൈനയിലേക്ക് പോവുക. അവിടെ ഒരു കൂട്ടരുണ്ട് മുസൽമാന്മാർ, ഉയ്ഗൂർ മുസൽമാന്മാർ. അങ്ങനെയാണ്. ഇവിടൊക്കെ നേർക്ക് നേരെ ആണ് നടന്നെങ്കിൽ അവിടെ കൾച്ചറൽ ജനോസൈഡ് ആണെന്നാണ്, സാംസ്കാരികമായ ഉന്മൂലനം. അതായത് ഈ മുസ്ലിങ്ങളുടെ ശരീരത്തെ അങ്ങനെ നിർത്തിയിട്ട് അവരെ മുസൽമാൻ അല്ലാതാക്കി മാറ്റും. അതാണ് ചൈനയിൽ നടക്കുന്നത്. ആരും മിണ്ടൂല. നമ്മുടെ ആളുകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ആരും നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയില്ല. 56 രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് മേനി നടിക്കുന്നവർ അവരാരും മിണ്ടൂല. ചൈനയിൽ സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിമീങ്ങളെ കൾച്ചറൽ ജനോസൈഡ്, സാംസ്കാരിക വംശഹത്യ നടത്തിയിട്ട് നിരന്തരമായ പ്രക്രിയ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഫറോവയുടെയോ മ്യാൻമറിന്റെയോ പോലെ പരസ്യമായ കൂട്ടക്കൊലയല്ല, മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ, നിയമപരമായ നിർമ്മാണങ്ങളിലൂടെ ഒരു മുസ്ലിം സമൂഹത്തെ അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എന്താ അവർ ചെയ്തത്? അവർ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഓരോ മുസ്ലിമിന്റെയും ഫേസ് കണ്ടാൽ ഈ ഡിറ്റക്ടർ കണ്ടെത്തും. അവന്റെ ചലനങ്ങളെ എല്ലാം കൃത്യമായി നിരീക്ഷിക്കും. അതിനുവേണ്ട എല്ലാ സംവിധാനവും ഒരുക്കിയ നാടാണ് ചൈന. പിന്നെ മതപരമായ താടി വെക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, കുട്ടികൾ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ പാടില്ല, പേരിടാൻ പാടില്ല, മുസ്ലിം പേര് പാടില്ല. പുരാതന പള്ളികളും ഖബർസ്ഥാനുകളും ഇടിച്ചു നിരപ്പാക്കുകയോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുകയോ ചെയ്തു. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാ. ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രണ്ടാമതായി കൂട്ട തടങ്കൽ പാളയങ്ങൾ സംവിധാനിച്ചു. 2017 10 ലക്ഷത്തിലെ ഉയ്ഗൂർ മുസ്ലിമീങ്ങളെ ഒന്നിച്ച് തടങ്കൽ പാളയത്തിൽ അടച്ചു. 2017 കാര്യ. അവരതിന് പറയാ തൊഴിൽ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്. എന്നിട്ട് അവിടെ വെച്ച് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് അവരെ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലേക്ക് മാറ്റി ഇസ്ലാമിന്റെ സകല അടയാളങ്ങളെയും സംസ്കാരത്തെയും അവർ ഊരിക്കളഞ്ഞു. അത്തരം തടങ്കൽ പാളയങ്ങൾ, അതിന് ചൈനക്കാരുടെ വൊക്കേഷൻ ട്രെയിനിങ് സെന്റർ എന്നാണ് UN എഴുതി വെച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ്. ഇതെങ്കിലും മനസ്സിലാക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും നമുക്കും പറ്റേണ്ടതില്ലേ? മൂന്നാമത് നിർബന്ധ വന്ധ്യംകരണം. സ്ത്രീകളെ മുഴുവനായും പിടിച്ചിട്ട് നിർബന്ധ വന്ധ്യങ്ങൾ വിധേയമാക്കി. അതിന്റെ ഫലമായി ഉയ്ഗൂർ ജനതയുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നാലാമതായി നിർബന്ധമായി തൊഴിൽ പഠിപ്പിക്കാൻ വിടുന്നു. കുട്ടികളെ കുടുംബത്തിൽ നിന്ന് പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി അവിടെ ക്യാമ്പിൽ വളർത്തി അവരെ കമ്മ്യൂണിസ്റ്റുകളാക്കി മാറ്റിയെടുക്കുന്നു, പണിയെടുക്കുന്നു. ഫോഴ്സ്ഡ് ലേബേഴ്സ്. അന്ന് ഇസ്രായേൽ സമൂഹത്തെ ഫിറഔൻ എങ്ങനെയാണോ പിരമിഡുകൾ പണിയാനും പട്ടണം പണിയാനും അടിമകളൊക്കെ, അതേപോലെ ഇന്ന് ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടരെ. ഭീകരമായ മറ്റൊരു സംഗതി കൂടി നടക്കുന്നുണ്ട്. ഹാൻ വംശജരാണ് അവിടുത്തെ ഭൂരിപക്ഷ സമൂഹം ചൈനയിൽ. ഹാൻ വംശത്തിലെ പുരുഷന്മാർ ഉയ്ഗൂർ മുസ്ലിം വീട്ടിൽ താമസിക്കണം. ഹോം സ്റ്റേകൾ ഭരണകൂടം ഉണ്ടാക്കിയതാ. ഈ ഉയ്ഗൂർ പുരുഷന്മാരെല്ലാം തടങ്കൽ പാളയത്തിലാണ്. ഈ ഹാൻ വംശജ പുരുഷന്മാർ ഇവിടെ താമസിക്കുന്നത് മുഖേന സാംസ്കാരികമായി തകർക്കലും
ഒരു പരിധിവരെ അവരുടെ കുഞ്ഞുങ്ങളെ ഈ സ്ത്രീകൾ പ്രസവിക്കേണ്ട അവസ്ഥ. അന്ന് എങ്ങനെയാണോ ഇസ്രായേൽ സമൂഹത്തിലെ പെണ്ണുങ്ങളെ മാനഹാനി സഹിച്ച് ആ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം, അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സംഭവ ലോകത്ത് എത്ര കൃത്യമാണ് ഖുർആന്റെ പഠനം, എത്ര കൃത്യമാണ് ഈ വെളിപാടുകൾ. ഒരു ജനതയുടെ ശരീരത്തെ ജീവനോടെ നിർത്തിക്കൊണ്ട് അവിടെ മനസ്സിനെയും സംസ്കാരത്തെയും വിശ്വാസത്തെയും പൂർണ്ണമായി കൊന്നൊടുക്കുന്ന പ്രവർത്തനം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. ഇനിയുമുണ്ട് റഷ്യയിൽ താർത്താരി മുസൽമാന്മാർ. നിങ്ങൾ കേട്ടോ? അങ്ങനെ ഒരു കൂട്ടർ നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു കൂട്ടരുണ്ട്, താർത്താരികൾ. തുർക്കി വംശജര. താർത്താരി മേഖല റഷ്യയുടെ കയ്യിലാണ്. സോവിയറ്റ് റഷ്യയുടെ കാലത്ത് അവരെ സ്റ്റാലിൻ കൂട്ടത്തോടെ നാട് കടത്തി സൈബീരിയയിലേക്ക്. ആ തണുപ്പിൽ കുറെ എണ്ണം മരിച്ചുപോയി. നാട് കടത്തുന്ന 47% മരിച്ചു എന്നാണ് കണക്ക്. പിന്നീട് സോവിയറ്റ് തകർന്നപ്പോൾ അവർ തിരിച്ചു വന്നു. പിന്നീട് റഷ്യ, പുട്ടിന്റെ റഷ്യ ആ പ്രദേശം പിടിച്ചടക്കി. ഇപ്പൊ അവര് റഷ്യയുടെ കയ്യിലാണ്. അവരെ ഇതുപോലെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ രാഷ്ട്രീയം അടിച്ചമർന്ന് നടത്തി. അവർക്ക് അവരുടെ പ്രദേശത്ത് ഒരു പാർലമെന്റ്, മജ്ലിസ് എന്ന പേര്, അതിനെ തീവ്ര സംഘടനയാക്കി പ്രഖ്യാപിച്ചു. മാധ്യമവിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളൊന്നും പുറത്തു വരില്ല. അവർക്കെതിരെ വ്യാജ കുറ്റാറ് നടത്തിയിട്ട് പിടികൂടി ചാപ്പ കുത്തി ജയിലിലടച്ചും കൊന്നുകളഞ്ഞു. അവരിൽ ചില നിർബന്ധിതമായ അപ്രത്യക്ഷമാക്കൽ എന്നാണ് പ്രയോഗം. അഥവാ ആളെ പിന്നെ കാണൂല. ആളുകൾ ഇങ്ങനെ ഇല്ലാതാകും. എന്തെങ്കിലും പേരെ പിടിച്ചുകൊണ്ടുപോകും, പിന്നെ തീരും, കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഭംഗിയായി ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ യുക്രൈൻ യുദ്ധ മുന്നണിയിലേക്ക് അവരെ നിയോഗിച്ചുകൊണ്ടിരിക്കുക. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് 2-3 ചെറുപ്പക്കാർ പോയി പെട്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചു പത്രത്തിൽ. സൈനിക സേവനത്തിന് പോയിട്ട് അതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കിടതൊക്കെ വേറെ നടക്കുന്നുണ്ട്. ഈ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ച് യുദ്ധരംഗത്തേക്ക് ഇടുക. അവർ തീർന്നുകൊണ്ടിരിക്കാം. അവരെ തീർക്കാൻ, അങ്ങനെ കൊല ചെയ്യപ്പെടുന്നതെല്ലാം ഈ പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരാണ്. അങ്ങനെ ഒരു രീതിയിലൂടെ ഇന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞില്ല. ഇനി ഉടനെ ഫലസ്തീൻ, അപ്പുറത്ത് ആഫ്രിക്ക, പിന്നീട് ഇന്ത്യ, ഇന്ത്യക്ക് മുമ്പേ കശ്മീർ, ഇങ്ങനെയൊക്കെയാണ് ചരിത്രം രേഖപ്പെടുന്നത്. ഇതൊക്കെ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, ഇത്രയും പറയേണ്ടി വന്നത് നമ്മൾ അറിയണം. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കഥയല്ല, പുരാണം പറയുന്നില്ല. ഖുർആൻ സംഭവ ലോകത്തെ കൃത്യതയുള്ള വർത്തമാനങ്ങളെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അതുകൊണ്ടായിരിക്കണം മുസ്ലിം ലോകമേ നിങ്ങൾ അറിയണം, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഇനി നടക്കും, നിങ്ങളുടെ കാലത്ത് നടക്കും. അതുകൊണ്ട് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ ഓർക്കണം. എല്ലാ മുഹറത്തിന് ചരിത്രം അറിയണം. അതിനെ മറികടക്കാൻ തമ്പുരാന്റെ സഹായം ഉണ്ടായതിൽ പ്രതീക്ഷ വെക്കണം. എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി ആ പ്രവാചകൻ അവിടെ എന്ത് സ്ട്രാറ്റജിയാണ് കൊണ്ടുവന്നത്, അതേ സ്ട്രാറ്റജി നിങ്ങളും സ്വീകരിക്കണം. നിങ്ങൾ മുസൽമാന്മാരാണെങ്കിൽ പടച്ചവനെ മാത്രം ഭയന്ന്, ഭരണകൂടത്തെ ഭയക്കാതെ നിങ്ങൾ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ തമ്പുരാന്റെ സഹായം ഉണ്ടാകും. ഒരു മൂസ വരില്ല, ഒരു വടിയുമില്ല കയ്യിൽ. പക്ഷെ ആ സംഭവത്തിലൂടെ എങ്ങനെയാണ് മൂസാ നബിയിലൂടെ ഇത് നടപ്പാക്കിയെന്ന് പഠിപ്പിച്ച ആ ഖുർആന്റെ വരികൾ ഇവിടെ കൃത്യമായി ലൈവായിട്ടുണ്ട്. 136 സ്ഥലത്ത് മൂസയുടെ പേര് പറഞ്ഞ ഖുർആൻ, വെറുക്കപ്പെട്ട ഭരണാധികാരി ഫിറഔൻ 74 സ്ഥലത്ത് പറഞ്ഞ ഖുർആൻ, 60ഓളം പേരിൽ ചരിത്രം പഠിപ്പിച്ച ഖുർആൻ. പക്ഷെ നമുക്കത് പഠന വിഷയമല്ലാതെ പോയി, മെമ്പറുകൾക്ക് അത് വിഷയമല്ലാതെ പോയി. അതിന്റെ ദുരന്തം അനുഭവിക്കുകയാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് അറിയുക, ഖുർആനിലേക്ക് മടങ്ങുക. നമ്മുടെ സമൂഹത്തിലെ അവസ്ഥയെ ഖുർആന്റെ വരികളിലൂടെ, ഖുർആന്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കരുത്ത് കിട്ടും. നമ്മൾ ലക്ഷണമൊത്ത മുസ്ലിം സമൂഹമായിട്ട് മാറും. നമുക്ക് ജീവിതത്തോടല്ല പ്രതിപത്തി, മരണത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. ജീവിക്കാൻ നമുക്ക് കരുത്ത് കിട്ടും. ഭയം നമ്മിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റും. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്തരം ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറുകയല്ലാതെ ഇന്ത്യൻ അവസ്ഥയിൽ കാലുറപ്പിക്കാൻ ഒരു കുറുക്ക് വഴിയുമില്ല. മാപ്പുസാക്ഷികളായി ജീവിക്കുന്നത് പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക് പറഞ്ഞതല്ല, അഥവാ സ്ത്രീകൾക്കും പറഞ്ഞതല്ല, അത് വേറെ വിഭാഗത്തിന് പറഞ്ഞതാ. അതുകൊണ്ട് മാപ്പുസാക്ഷികളായിട്ടല്ല ജീവിക്കേണ്ടത്. അനമിനൽ മുസ്ലിം, ഞാൻ മുസ്ലിമാണെന്ന് കരുത്തോടെ ജീവിക്കാൻ പറ്റണം. നമ്മളെ കരുത്തരാക്കുന്ന ഉത്ബോധനമാണ് മുഹറത്തിൻ്റെത്. യഥാവിധി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാഥ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അമീൻ
وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.